നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത് നമ്മുടെ ഫേസ്ബുക്ക് അക്കൗണ്ടിൽ നമ്മുടെ പേര് എങ്ങനെ ചേഞ്ച് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ ഫേസ്ബുക്ക് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തതിന് ശേഷം ഇവിടെ മുകളിൽ നമ്മുടെ പ്രൊഫൈൽ ബട്ടൺ കാണാൻ പറ്റും, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്താൽ താഴത്തോട്ട് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് സെറ്റിംഗ്സ് ആൻഡ് പ്രൈവസി എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ പറ്റും, അതിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ പ്രൈവസി ഷോർട്ട് കട്ട്സ് എന്നുള്ള ഒരു ഓപ്ഷൻ കാണാൻ പറ്റും, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്ത് താഴത്തോട്ട് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് അക്കൗണ്ട് സെക്യൂരിറ്റി എന്നുള്ളതിൻ്റെ താഴെയായിട്ട് അപ്ഡേറ്റ് യുവർ പേഴ്സണൽ ഇൻഫോർമേഷൻ എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ പറ്റും, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് നമുക്ക് നെയിം എന്നുള്ള ഒരു ഓപ്ഷൻ കാണാൻ പറ്റും, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്താൽ പേര് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. ഫസ്റ്റ് നെയിം, മിഡിൽ നെയിം, അതുപോലെ തന്നെ ലാസ്റ്റ് നെയിം എന്നിങ്ങനെ 3 കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇപ്പം ഇതിൽ നമുക്ക് ഓരോന്നായിട്ട് മാറ്റാവുന്നതാണ്. ഇപ്പോൾ പേര് മാറ്റണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഫസ്റ്റ് നെയിമിൽ ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് ആ ഒരു പേര് ഒഴിവാക്കിയിട്ട് പുതിയ പേര് അടിച്ചു കൊടുക്കുക. അതുപോലെ തന്നെ ലാസ്റ്റ് നെയിമും ഇതുപോലെ ചേഞ്ച് ചെയ്യുക. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ ഒരു പ്രാവശ്യം നമ്മൾ പേര് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ 60 ദിവസത്തിന് പേര് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. അപ്പം ശ്രദ്ധിച്ചിട്ട് വേണം പേര് ചേഞ്ച് ചെയ്യാൻ. പിന്നെ വേറൊരു കാര്യം എന്താ വെച്ചാൽ എന്തെങ്കിലുമൊക്കെ ഒരു പേര് അടിച്ചു കൊടുക്കുന്ന സമയത്ത് അത് കറക്റ്റായിട്ട് അക്സെപ്റ്റ് ആവാൻ ചാൻസ് ഇല്ല. ചിലപ്പോൾ നമ്മുടെ കറക്റ്റ് പേരും കാര്യങ്ങളൊക്കെ അടിക്കാൻ പറയും. എന്തായാലും നമുക്ക് ഈ ഒരു പേജിലോട്ട് വന്നാൽ നമ്മുടെ ഫേസ്ബുക്ക് പ്രൊഫൈലിൻ്റെ പേരും കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്യാവുന്നതാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. എന്തായാലും ഈ ഒരു വീഡിയോ പറ്റിയിട്ടുള്ള നിങ്ങളുടെ ജെന്യൂൻ ആയിട്ടുള്ള അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇതുപോലുള്ള വീഡിയോസ് ഇനിയും കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്.